നാളെ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ മറ്റവരെന്തേ? ഇന്ന് പിന്നെ ഞാൻ വരാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കുറച്ച് വർക്ക് കൂടെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൻ ഇന്ന് അല്ല, വരാൻ. നാളെ എന്താ അവരില്ലേ? ഇല്ലില്ല, അവര് നാളെ വേറെ സൈറ്റിൽ പോവാ. അപ്പോൾ ഞാൻ ഉം. മാത്രമേ കാണത്തുള്ളൂ. അത് മാത്രമല്ല, ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ, വർക്കെല്ലാം കഴിഞ്ഞല്ലോ. ഇപ്പൊ കുറച്ച് കാര്യം കൂടെ അല്ലേ ഉള്ളൂ. അല്ലല്ല, നാളെ ഇപ്പോ നീ മാത്രമാകുമ്പോ നമുക്ക്. നാളെ ഞാൻ മാത്രം നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അല്ല, കഴിഞ്ഞ ആഴ്ച. അത് പറയാനാ മെയിനായിട്ട് വിളിച്ചത്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഞാനൊരു നാളെ ഒരു ചാൻസ് കാര്യം കിട്ടാൻ ചെയ്യണം. വേണ്ടിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നാളെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. സാധാരണ ഒരു 10-15 മണിക്കല്ലേ ഫുഡ് കൊണ്ട് വരുന്നേ. നീ പിന്നെ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ. അല്ല, അത് നാളെ പറയാന്ന് വിചാരിച്ചിരുന്നേ ഞാൻ. സാധാരണ 11 മണിക്കല്ലേ ഫുഡ് കൊണ്ട് വരുന്നത്. ഒരു കാര്യം ചെയ്യും, നാളെ നേരത്തെ വാ. ഉം. നേരത്തെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയൊക്കെ നടക്കുമല്ലോ. ഞാൻ പറയാനിരിക്കായിരുന്നു. എന്നാ സൈസായിരുന്നു? ഇക്കാന്റെ കയ്യിലുള്ളത് ഇത്രയും സൈസ് ഇല്ല. അപ്പൊ പെരുമാറുന്ന ഇഷ്ടപ്പെട്ട? ഉം. നന്നായിട്ട് പെരുമാറിയല്ലോ. എനിക്ക് മതിയായില്ലായിരുന്നു. എനിക്കത് കണ്ടപ്പോഴേ തോന്നി, ആ പെരുമാറ്റം കണ്ടപ്പോഴേ തോന്നി. അപ്പൊ പിന്നെ ഇവന്മാരെന്നെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ ഇപ്പൊ നാളെ അടുത്ത സൈറ്റിൽ പോകണം. അപ്പത്തേക്ക് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു, കഴിഞ്ഞ ആഴ്ചത്തെ പരിപാടി ഓർമ്മ വന്നത്. പിന്നെ ഇത്രയും ദിവസം പിന്നെ അന്ന് അവരുണ്ടാവുമ്പോ നടക്കത്തില്ലല്ലോ ഒന്നും. ഞാൻ പിന്നെ ഒന്നും സംസാരിക്കാനും പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച നല്ല പണിയെടുത്തില്ലയോ? നല്ല ഉം. പണിയല്ലായിരുന്നോ? നല്ല രസമല്ലായിരുന്നു പണി. ആ സമയം പോകുന്നതേ പൊസിഷൻ അറിഞ്ഞില്ല. തന്നെ മതി. അതാ നല്ല സുഖം. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നോക്കട്ടെ. ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, അപ്പൊ അത് നോക്കട്ടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. അവിടെ പിന്നെ ആരും വരത്തൊന്നുമില്ലല്ലോ നമ്മളെ ശല്യം ചെയ്യാൻ. ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാം. ഫുഡും കൊണ്ട് ഒരു ഒരു നേരത്തെ ഇറങ്ങിയാൽ മതി. അന്നത്തെ പോലെ അത്ര ലേറ്റ് ആവണ്ട. ഒരു ഉം, 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിക്കോ. സാധാരണ 11 മണിക്കല്ലേ വരുന്നേ. അപ്പൊ ഒരു ഉം. 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിക്കോ. പിന്നെ പിന്നെ വൈകിട്ട് പോയാൽ മതി. ഉമ്മാമാന്റെ അടുത്ത് പറയാ, അവിടെ പണിയുണ്ട്, ആളില്ലാത്തോണ്ട് പണി. പിന്നെ ഒരാളില്ലതുകൊണ്ട് ഞാൻ അവിടെ വൈകിട്ട് വരെ നിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാം. അങ്ങനെ പറഞ്ഞാൽ വേറെ മതി. ഉം. പിന്നെ പുള്ളി ഇടയ്ക്ക് വിളിക്കുമല്ലോ, അപ്പൊ പിന്നെ ഇല്ല, ഇത് കാണിച്ചിട്ട്. ഇക്ക ഇനി രാത്രി വിളിക്കത്തുള്ളൂ. രാവിലെ ഒന്നും വിളിക്കത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് പോയാൽ മതി. പണിയൊക്കെ ഉം. കഴിഞ്ഞിട്ടെ വൈകിട്ടങ്ങ് പോയാൽ എത്ര മറ്റുള്ള സമയം കിട്ടും? പണിയൊന്നും നടക്കത്തില്ലല്ലോ അപ്പൊ അല്ലേ. മറ്റുള്ള പണികൾ നമുക്ക് സമയമുണ്ടല്ലോ, പതിയെ തീർത്താൽ പോരെ. ഉം. ഇനിയിപ്പോ മറ്റേ നാളെ അമ്മമാരോട്. ഇപ്പം അത് കഴിഞ്ഞ പിന്നൊരു ചാൻസ് എപ്പോഴാ കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അത് ആ പണി പിന്നെ ചെയ്താൽ മതി. ഇനിയിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ ഫ്ലോറിന്റെ പണിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിപ്പോ കുഴപ്പമില്ല, ഫ്ലോറിന്റെ പിന്നെ വിൻഡോന്റെ അത് ഉം. നമുക്ക് ചെയ്ത് തീർക്കാം, കുഴപ്പമില്ല. അതിപ്പോ കുറച്ച് നേരത്തെ പണിയേ ഉള്ളൂ. പിന്നെ മൊത്തത്തിലൊന്ന് ഉം. പോളിഷ് ചെയ്യണ്ടേ, അതും ചെയ്യണം. ഉം. അപ്പം ഇനിയിപ്പം ഒരു നാളെ അവന്മാരില്ലെങ്കിലും അടുത്ത ദിവസങ്ങൾ അവരെ വിളിച്ചിട്ടെ അതങ്ങ് തീർക്കാം നമുക്ക്. ഉം. കുഴപ്പമില്ല. ഇനിയിപ്പം അന്നത്തെ പോലെ നൈറ്റ് ഇട്ടാ പോരെ? അന്നത്തെ പോലെ കേട്ടില്ല. നൈറ്റ് പോരെ? അന്നത്തെ പോലെ അത് വേണ്ട, അങ്ങനെ വേണ്ട, മറ്റേ മതി. ഉം. മറ്റേത് എടുത്തോ, കയ്യിലെടുത്തോ. ഉം. അത് ഇട്ടോണ്ട് വന്നിട്ടേ മറ്റേത് കയ്യിലെടുത്തോ. ഉം. അങ്ങനെ മതി. അതാകുമ്പം ഒരു പ്രത്യേക ഒരു രസമാണ്. അറിയാലോ, ഉം. അതാണ് ഏറ്റവും കൂടുതൽ അന്ന് ഇതായത് തന്നെ. ഉം. പിന്നെ അവന്മാര് പണി നടക്കുന്ന നന്നായിട്ട് സമയത്താണ്. ഒലിച്ചങ്ങോട്ട് ചെയ്യണം, പഠിക്കണം. അതിഷ്ടപ്പെട്ടോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തേ? ഉം. നന്നായിട്ട് ഒലച്ചെടുത്തായിരുന്നല്ലോ. നന്നായിട്ട് പെരുമാറിയല്ല. അകത്ത് കളഞ്ഞായിരുന്നു കുറച്ച്. കുഴപ്പമില്ല. അല്ല, ഇതിനു മുമ്പ് പെരുമാറിയിട്ടില്ലയോ? അത് ആര്? കണ്ടിട്ട് എനിക്ക് ആദ്യമായിട്ട് കൈ കിട്ടുന്ന പോലെ തോന്നിയത്. അത്രയും സൈസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായല്ലയോ, കണ്ണ് ഉം. തള്ളിപ്പോയി. ഞാൻ നോക്കുമ്പോ കണ്ണ് തള്ളി നിൽക്കുന്നുണ്ട്. പിന്നെ ഉം. നന്നായിട്ട് എടുത്ത് കയ്യിലിട്ടങ്ങ് പെരുമാറിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി
കൈവച്ച് പെരുമാറിയപ്പോ എനിക്ക് മനസ്സിലായി എടുത്തന്ന് എങ്ങനെയുണ്ടായിരുന്നു? അത് സൂപ്പർ അല്ലായിരുന്നോ. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ നോക്കിയിരുന്നേ ചാൻസ്. അപ്പൊ ഉം. നിങ്ങളുടെ ആ വീട് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അതിന് വലിയ ശല്യങ്ങളൊന്നുമില്ല. അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളൊക്കെ അതെ അതെ, കുറവാണ്. അതിനകത്തോട്ട് ഏരിയാലേ പിന്നെ അറിയൊന്നും അറിയത്തില്ല. ആരെ നല്ല ഒരു ഐഡിയ ആയി പോയല്ലോ അവിടെ എങ്ങനെ എടുത്തത്. നല്ല സ്ഥലവും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, നല്ല സ്ഥലവും ഭയങ്കര പീസ്, നല്ല ഉം. നിശബ്ദത, വലിയ ശല്യങ്ങളോ വണ്ടി പോകുന്ന സൗണ്ടുകളോ ഒന്നും അങ്ങനൊന്നും ഇല്ല. ഉം. നല്ലൊരു ശാന്തതയാ അവിടെ. ഉം. അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ പല പണിക്കും പോകുന്നില്ലേ, നമ്മൾ പല പല വീടുകളിൽ ചെയ്യുന്നില്ലേ. ഉം. നമുക്ക് എനിക്കത് കണ്ടപ്പോഴത്തേക്ക് നല്ലതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ നമ്മുടെ പണിയും കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ പറയേണ്ട ഉം. കാര്യമില്ലല്ലോ. നല്ല രസമല്ലായിരുന്നു. ഇന്ന് ഈ ഇവന്മാരെന്നെ വിളിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് എനിക്ക് മനസ്സിലായി. ആ കുറെ സമയം എടുത്ത് ചെയ്യാം. അതാ പറഞ്ഞ, നാളെ വൈകിട്ട് വരെ ഉണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ചത്തെ എനിക്ക് ഇത്ര ഉം. മതിയായിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യും, നാളെ ഇഷ്ടം പോലെ സമയമുണ്ട്. ഇനി എപ്പോഴാന്ന് അറിയത്തില്ലല്ലോ. ഉം. അല്ല, നാളെ ഇപ്പം ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, വൈകിട്ട് വരെ ഉണ്ടല്ലോ. അപ്പം ഫുഡുമായിട്ട് വന്നാൽ മതി. അത് ഫുഡുമായിട്ട് ഓർക്കുമ്പോഴേ ഇങ്ങനെ ഭയങ്കര. എനിക്കതൊക്കെ അതൊക്കെ മേലെയാണ്. ഉം. നാളെ വരുന്ന സമയത്തെ ഇപ്പോൾ ഉച്ചക്കത്തെ പിന്നെ വൈകിട്ടത്തെ കാപ്പിയായിട്ടല്ല ഇങ്ങ് പോരും, പിന്നെ പോകണ്ടല്ലോ അങ്ങോട്ട്. ഉം. അവിടെ പറഞ്ഞിട്ട് ഇറങ്ങാം. പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. ഉമ്മച്ചിയോട് എല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അവര് പിന്നെ വന്ന് നോക്കാൻ ചാൻസ് ഇല്ലല്ലോ അല്ലെ? അവര് വരത്തില്ലല്ലോ നാളെ തീരെ. ഇല്ല, അവര് ദൂരെ സ്ഥലത്താ, നമ്മുടെ അവിടുന്ന് കുറച്ച് മാറിയിട്ടാ. ഓൾറെഡി എനിക്ക് അവിടെ സൈഡിലോട്ട് ചെല്ലാൻ പറഞ്ഞ, പിന്നെ ഞാൻ ഇവിടെ ഇങ്ങോട്ടേ ഇത് അല്ല, വിചാരിച്ചിട്ട്. അവര് ഒന്നാമത് നിർബന്ധിച്ച് വിളിക്കുന്നു. അപ്പൊ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ വേണം തോന്നുമ്പോഴേ അവരോട് വരണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ എന്തായാലും 2-3 മാസം എന്തായാലും പണിയേണ്ടി വരില്ലേ വീട്? അല്ല, 2-3 മാസം കൂടെ ഉള്ളൂ, കുറച്ചും കൂടെ ഉള്ളൂ. അല്ല, ഇടയ്ക്ക് അവരോട് വരണ്ടെന്നങ്ങ് പറഞ്ഞേക്ക്. അല്ല, നാളെ എന്തായാലും വരത്തില്ല, കാര്യം നമുക്ക് വേറെ സൈറ്റ് ഉണ്ട്. ഉം. അപ്പൊ ആ സൈറ്റ് ഉള്ളപ്പോഴത്തേക്ക് നമ്മുടെ കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉം. അപ്പൊ ഞാനിവിടെ പോകാൻ പറഞ്ഞു. ഞാൻ പിന്നെ ചാടിക്കേറി പറഞ്ഞു, വേണ്ട, ഞാനിവിടെ മറ്റേ നമ്മുടെ ആ ചെയ്തോണ്ടിരിക്കുന്ന വീട് കുറച്ചും കൂടെ ഉണ്ട്, അങ്ങനെ ചെയ്ത് തീർക്കാൻ. അന്നേരം പുള്ളി പറയുന്നത്, പിന്നെ നീ അങ്ങനെ അങ്ങ് ചെയ്യേ, ഇവരങ്ങോട്ടും പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ഉദ്ദേശത്തിലാ പറഞ്ഞത്? ഞാൻ മറ്റേ ഉദ്ദേശത്തിലാ പറഞ്ഞത്, ഞാൻ അവിടെ പൊക്കോളാന്ന് പറഞ്ഞു. അവർക്കത് നല്ല അറിയത്തില്ല. ഇടയ്ക്ക് ഇതുപോലെ ചാൻസ് ഇതിപ്പോ ഉണ്ടാക്കണം കേട്ടോ. കിട്ടിയ ചാൻസ് അല്ലേ, മുതലാക്കി എടുക്കണ്ടേ. ഇനി ഇതുപോലൊന്നും കിട്ടത്തില്ല. കിട്ടിയ അവസരങ്ങൾ പാഴാക്കണ്ട അവർക്ക്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേണം അത് നമുക്ക് വഴിയുണ്ടാക്കാം. പോകുന്നത്, ഉം. പണി തീരുന്നവരെ. പണി തീരുന്നവരെ. പണി തീർന്നു കഴിഞ്ഞിട്ട് വേണ്ടേ. അല്ല, അവിടെ ആവുമ്പം കുറച്ച് ആരും ശല്യം ചെയ്യാനുമില്ല. ഉം. വേറെ പ്രശ്നങ്ങളും ഇല്ല. അത് ശരിയാ. കുറച്ച്. ഉം. എന്നാലും കുറച്ച് 1-2 മാസത്തേക്ക് കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. പിന്നെ അവന്മാർ വന്നാലുള്ളതേ ഉള്ളൂ പ്രശ്നം. ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്യാം. ഉം. മറ്റേ എടുത്തങ്ങ് വെച്ചാൽ മതി ഇപ്പം. ഉം. മനസ്സിലായോ? ഉം. അന്നത്തെ പോലെ അന്ന് എടുത്തായിരുന്നല്ലോ, ഉം. ഓർമ്മയില്ലേ എടുത്തത്? എനിക്ക് ഡയറക്റ്റ് മതിയായിരുന്നു. അത് കുഴപ്പമില്ല, എടുത്ത് വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കാണും. അപ്പൊ ഇത് ഉം. കുറച്ചുകൂടെ കൂടും. ഉം. അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ഇനിയിപ്പം നമുക്ക് ഓൾറെഡി 3-4 സൈറ്റുകളുണ്ട്. അപ്പം ഞാൻ നോക്കട്ടെ. ഇപ്പം ഇവരുടെ ഹെഡ് ഞാനായിട്ടാണ് നിൽക്കുന്നത്. ഉം. അപ്പൊ എനിക്ക് ഞാൻ പറയുന്ന പോലെ കേൾക്കും, കുഴപ്പമില്ല. അപ്പൊ കാലത്ത് തൊട്ട് വൈകിട്ട് വരെ കാലത്തോട്ട് സമയം ഉണ്ടല്ലോ നമുക്ക്.